കോഴിക്കോട് സ്റ്റേഡിയം കെട്ടിടത്തിലെ തീപിടുത്തത്തിന് പിന്നാലെ വ്യാപാരികൾ ദുരിതത്തിൽ. ഒരാഴ്ച പിന്നിട്ടിട്ടും തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തത് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുകയാണ്. കോർപ്പറേഷന്റെ മെല്ലെപ്പോക്കിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് വ്യാപാരികളുടെ തീരുമാനം. കോഴിക്കോട് സ്റ്റേഡിയം കെട്ടിടത്തിൽ വൈദ്യുതി മുടങ്ങിയിട്ട് ഇന്ന് 8 ദിവസം പൂർത്തിയായിരിക്കുകയാണ്. അധികൃതരുടെ ഈ അനാസ്ഥയിൽ ദുരിതത്തിലായിരിക്കുന്നത് ഇവിടുത്തെ ഏകദേശം 60ഓളം വ്യാപാരികളാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് സ്റ്റേഡിയം കെട്ടിടത്തിലെ KSEB പാനൽ ബോർഡിന് തീപിടിച്ചത്. ഇതോടെ 56ഓളം കടകളിലെ വൈദ്യുതി വിതരണം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. ജനറേറ്ററിന്റെ സഹായത്തോടെയാണ് നിലവിൽ കടകളുടെ പ്രവർത്തനം. ഇതോടെ ദിവസം 2000 രൂപയ്ക്ക് മേൽ അധിക ചെലവ് വരുന്നതായി വ്യാപാരികൾ പറയുന്നു. KSEB ഇവിടെ വന്ന് നോക്കിയിരുന്നു. അവര് പറയുന്നത് എന്താ വെച്ചാൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടെന്നാ പറഞ്ഞത്. എന്നിട്ട് ഇത്ര ദിവസമായിട്ട് യാതൊരു ഇത് വന്നിട്ട് ഇവിടെ അളന്നൊക്കെ നോക്കിയെന്നില്ലാതെ വേറെ യാതൊരു ഇതും ഇവിടെ ഉണ്ടായിട്ടില്ല. KSEB പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോർപ്പറേഷൻ ഇത് റിപ്പയർ ചെയ്തിട്ട് കറക്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്തു കൊടുക്കേണ്ട ആളുകൾ കോർപ്പറേഷനാണ്. നമ്മളെ നിരന്തര സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കോർപ്പറേഷന്റെ അടുത്ത് ഇത്രയും ദിവസമായിട്ടും അനന്തര നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ജനറേറ്റർ വെച്ചു നല്ല 1500 രൂപയുടെ വാടകയും 1000 രൂപയുടെ പെട്രോളും വരും. അതിനുള്ള സെയില് ഇപ്പൊ ഇല്ല. കഴിഞ്ഞ ദിവസം വൈദ്യുതി വിഭാഗം കെട്ടിടം സന്ദർശിച്ചിരുന്നു. എന്നാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിൽ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. 8 ദിവസമായി കറണ്ട് കംപ്ലീറ്റ് പോയിട്ട് ഒരു ദിവസം 7 മണിക്ക് അവിടെ സംഭവിച്ചതാണ്. ഞങ്ങൾ കാണാവുന്ന ബേവറേഴ്സിനോട് നമ്മളെ കോർപ്പറേഷനിലെ എല്ലാ അധികാരികളോടും ഞങ്ങളോട് പറഞ്ഞിട്ട് ഈ 8 ദിവസമായിട്ട് ഈ 10-60 ഷോപ്പിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നില്ല. ഞങ്ങൾ കറക്റ്റ് വാടക അടിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ റെന്റ് കറക്റ്റ് കൊടുക്കുന്ന യഥാസ്ഥാനത്ത് ഏതെങ്കിലും 3-4 മാസം വൈകി പോയി കഴിഞ്ഞാൽ ഇവിടെ സീൽ ചെയ്ത് പൂട്ടി ചെയ്ത് പോകുന്ന ആൾക്കാരെ കോർപ്പറേഷൻ ആൾക്കാർ മെനക്കട ലൈറ്റ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ബിസിനസ് നഷ്ടത്തിൽ ഓടും. അതാ ഉള്ളത്. വൈദ്യുതി സംവിധാനത്തിൽ വലിയ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. ഇതിനായി 2 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുമെന്നാണ് ഇലക്ട്രിസിറ്റി വിഭാഗത്തിന്റെ പ്രാഥമിക കണക്ക്. ദിവസവും ആയിരക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയുമായി എത്ര നാളിങ്ങനെ മുൻപോട്ട് പോകാനാകുമെന്നാണ് വ്യാപാരികളുടെ ആശങ്ക. കോർപ്പറേഷൻ അധികൃതർ ഉടൻ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കടകളടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് വ്യാപാരികളുടെ തീരുമാനം. മുനീഫിനൊപ്പം അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.